ആവശ്യങ്ങളുടെ നടുവിൽ ഞാൻ മുന്നേ പ്രവർത്തിക്കും. മുന്നേ നീ എന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച ഇന്ന് പകൽക്കാലം നീ മറ്റുള്ളവരൊക്കെ ഉപേക്ഷിച്ചിട്ട് യേശുവിനെ മുന്നേ അന്വേഷിക്കുവാൻ തയ്യാറായ നിന്റെ വിഷയത്തിന്റെ നടുവിൽ മുന്നേ പ്രവർത്തിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയുക. അതുകൊണ്ട് യഹോവ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകാം. അതീവ പ്രവൃത്തി. യെശയ്യാവിന്റെ പുസ്തകം 61 അതിന്റെ 3 വായിക്കട്ടെ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും. നിർത്തി വായിക്കും. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമായി, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും. ദുഃഖത്തിന് പകരം ആനന്ദതൈലവും. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ. മനസ്സിന് പകരം സ്തുതി എന്ന മേലാട് കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. യേശു എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും. യേശു മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാണ്. യഹോവയുടെ നടുതല എന്ന് പേരാകും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എന്റെ ജീവിതത്തിലെ ദുഃഖം മാറി ഒരാനന്ദം എന്റെ ജീവിതത്തിൽ വേണമെന്ന്? നെടുവീർപ്പ് എന്റെ ഭവനത്തിൽ നിന്ന് മാറി എന്റെ ജീവിതത്തിൽ ഒരു ആനന്ദം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എങ്കിൽ ഇന്ന് ഈ പകൽക്കാലം യേശു നിന്റെ ജീവിതത്തെ ഒരു ആനന്ദകരമാക്കി മാറ്റാൻ പോകാം. വിശ്വ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട് കൊടുപ്പാനും അവൻ എന്നെ. അപ്പോൾ നീ സകലത്തിന്റെ ചിന്താഗതിയെ മാറ്റി, സകലത്തിന്റെ ഭയപ്പാടിനെ മാറ്റി, നിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമാകട്ടെ, വലിയ കാര്യമാകട്ടെ, നീ അതൊന്നും വകവയ്ക്കും. കാരണം യേശു എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും ഞാൻ തെറ്റില്ല, ഭയപ്പെടത്തില്ല. അങ്ങനെ നീ പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ നിന്റെ ഭവനത്തിൽ നിന്ന് നിന്നെ ഭയപ്പെടുന്ന ശത്രു മാറി പോകത്തുള്ളൂ. ശത്രു മാത്രമേ അങ്ങനെ പറയാൻ തയ്യാറാവും. എത്ര പേർ ഇന്ന് പകൽക്കാലം പറയുവാൻ തയ്യാറാവും? എന്നാൽ ദൈവം നിനക്ക് വേണ്ടി അല്ല, മഹത്വീകരിക്കേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് യഹോവയുടെ നടുതല എന്ന് പേരാകും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ പ്രാപിക്കുന്നുണ്ട്? എന്നാൽ ഇങ്ങനെ ആരാധിച്ചാൽ പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ തന്നെ മനസ്സ് വയ്ക്കണം. പാസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളോടത് പറയാൻ പ്രാർത്ഥിപ്പാനേ കഴിയത്തുള്ളൂ. പക്ഷെ നീ അതിന്റെ മേൽ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ ആദ്യ വചനം വായിച്ചതുപോലെ പള്ളി പ്രമാണി ആ പട്ടണത്തിനത് ഏറ്റവും വലിയ പ്രമാണി. അവരില്ലാത്ത പണമില്ല, പദവിയില്ല ആൾക്കാരല്ല എല്ലാവരും. പക്ഷേ എല്ലാം കൊണ്ട് അവന്റെ ആ ദേശം മുഴുവൻ കറങ്ങി, എല്ലാ വലിയ ശാസ്ത്രത്തെ നോക്കി രക്ഷിക്കും. എന്നാൽ അവിടെ അവന്റെ ശ്രുതി, ആരെ ശ്രുതി? യേശുവിന്റെ ശ്രുതി ആ പട്ടണത്തിൽ പടർന്ന് കിടക്കുന്നത് പള്ളി പ്രമാണി കേട്ടു. എന്നാൽ അവർ ഉപേക്ഷിക്കാത്തതെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശു വരുന്നത് നോക്കി നിൽപ്പാൻ തയ്യാറാക്കി. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്ത് ചെയ്തു? അഹങ്കാരം, പദവി, പണം, പ്രശസ്തി, പേര്, അവിടുത്തെ ഉന്നതത്വം എല്ലാം ഇറക്കി വച്ചിട്ട് അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. ആ മുട്ടുകുത്തിന്റെ വാക്കാണ് യേശു പറഞ്ഞത്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചില രോഗങ്ങളുടെ നടുവിൽ ഇന്ന് പലക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഈ രോഗം നിന്നെ കൊല്ലത്തില്ല, ഈ രോഗം നിന്നെ നടത്തത്തില്ല, ഈ രോഗം നിന്നെ മാരകമായ പ്രശ്നം ഉണ്ടാകത്തില്ല. നീ വിശ്വസിക്കണ്ട, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക. എന്നാൽ ഈ രോഗം നിനക്ക് പ്രതികൂലം വരുത്താൻ അനുകൂലമായി നിൽക്കുന്ന ക്രിസ്തു
ഇടവരുത്തത്തില്ല. നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അതീവതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഈ പകൽക്കാലം യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്നോട് ഇടപെടണേ. എല്ലാവരും പാടി. ആത്മാവേ എന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവേ എന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവേ എന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവേ എന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവേ എന്നോട് ഇടപെടണേ. ആഴത്തിൽ എന്നോട് ഇടപെടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏഴുനിറക്കിൻ നടുവിൽ പൂർണ്ണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും വാഴും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ. കർത്താവിന്റെ മഹത്വം അകൃപയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ് ചിലവരെ തോന്നുന്ന ഒരു സമയമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ഞാൻ ഇന്ന് പകൽക്കാലം കടന്നു വന്നത് എന്റെ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ഏൽപ്പിച്ചു 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 ഏൽപ്പിച്ചു. ഈ സൗഖ്യം ഇന്ന് പകൽക്കാലം എത്ര പറയുകയാണ്. രോഗസൗഖ്യം മാത്രമല്ല, നിന്റെ ഭവനത്തിന്റെ സമാധാനത്തിന്റെ സൗഖ്യം പറയുകയാണ്. ഒരു വിടുതലിന്റെ സൗഖ്യം എത്ര പറയുകയാണ്. ഉണ്ടയുന്ന ചില പാത്രങ്ങളുടെ നടുവിൽ കുശവന്റെ കരം പ്രവർത്തിക്കണമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ആ ഉടഞ്ഞ ചീപാത്രത്തെ ഒരു തിളങ്ങുന്ന ചീപാത്രത്തിനകത്ത് വച്ചു പണിതെടുക്കുന്ന ഒരു സാന്നിധ്യത്തിന്റെ കുശവന്റെ കരം ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആവശ്യമുണ്ട്. തൊടാൻ പോകാം, തൊടാൻ പോകാം. ചിലവരെ ദൈവം തൊടാൻ പോകാം.
ഓ, ഒരു വിടുതന്റെ സമയമാണ്, വിടുതന്റെ സമയമാണ്. അന്ധനാരക ശൂരമാരക തേജക ചൂരേരക തുടട്ടെ 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 തുടട്ടെ. ഒരു നിമിഷം എല്ലാം നാവുകളെ തുറന്ന് ആരാധിച്ച് ബലപ്പെട്ടാൽ തുടട്ടെ 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 പരിശുദ്ധ തുടട്ടെ തുടട്ടെ തുടട്ടെ. അളക്കാൻ കഴിയാത്തത്, അളക്കാൻ കഴിയാത്തത് ദുഃഖമല്ല, അലയോളമല്ല, നീ വീട്ടിൽ കടക്കാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഇന്ന് പണ്ടേക്കാളും ഇതിനകത്ത് വ്യാപരിക്കട്ടെ.
ഒരു ദൈവകാര്യത്തിലെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ചില കെട്ടുകളെല്ലാം പോകുന്നുണ്ട്. നിന്റെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ചില വൃക്ഷങ്ങളുടെ നടുവിൽ ഒരു ദൈവശക്തി ഇറങ്ങുന്നു. ചില വൃക്ഷങ്ങളുടെ നടുവിൽ ദൈവശക്തി, 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 ദൈവശക്തി. വ്യാപരിക്കുന്നു, 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 വ്യാപരിക്കുന്നു. തുടരട്ടെ, 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 തുടരട്ടെ. പരിശുദ്ധാത്മാവ് തുടരട്ടെ, പരിശുദ്ധാത്മാവ് തുടരട്ടെ എന്ന് പറയുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്ന. 92 സങ്കീർത്തനം 12 ഇങ്ങനെ പറയുന്നു, നീതിമാൻ പലപോലെ തയ്ക്കണം, വളരും. ഇന്ന് പകൽക്കാലം ചിലവർ തടിച്ചു വളരാൻ പോകാം. ദൈവനായ പോലെ തടിച്ചു വളരാൻ പോകാം. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാട്ടെ. കൽപ്പിച്ചു കൊടുക്കാൻ ഒരു വിടുതലിന്റെ സമയം. കർത്താവിന്റെ മഹത്വം ഈ പകൽക്കാലം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവേ, അല്ലെങ്കിൽ പ്രിയ പാസ്റ്ററെ, എന്റെ വിഷയത്തിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. എന്റെ വിഷയത്തിൽ എനിക്കൊരു വിടുതൽ വേണം. എന്റെ വിഷയത്തിൽ എനിക്കൊരു സൗഖ്യം വേണം. ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരു വിടുതൽ സമയമാണ്. പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാതെ നിങ്ങൾ ആരെക്കൊണ്ടെങ്കിൽ ഒരു നിമിഷം മുമ്പിലോട്ട് നിങ്ങൾക്ക് കടന്നു വരണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയം. ഈ ശുശ്രൂഷ ദൈവപ്രകാരം നൽകപ്പെടുന്ന സമയം വരെ ഈ ശുശ്രൂഷ വിടുതലയിൽ വേണ്ടി നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഹല്ലേലൂയ. നമ്മുടെ പാടുനാട്ടി ഒരു പാട്ട് ഇപ്പൊ പാടും. ആ സമയത്ത് വിടുതൽ വേണമെന്നുള്ളവർ മാത്രം മുമ്പിലോട്ട് വരിക. എനിക്ക് അങ്ങയുടെ മഹത്വം വേണം. ഇതുവരെ ഞാൻ അങ്ങയുടെ മഹത്വം പ്രാപിച്ചിട്ടില്ല, ഞാൻ എന്താണ് മഹത്വം എന്ന് അറിഞ്ഞിട്ടില്ല എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം മുമ്പിലോട്ട് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു പപ്പ, താങ്ക് യു പപ്പ, താങ്ക് യു പപ്പ. ആരും മനസ്സില്ലാതെ ആരും വരണം. പൂർണ്ണ മനസ്സോടെ ഉള്ളവർ മാത്രം, ഒറ്റ മനസ്സോടെ വരുന്നവനെ ദൈവത്തോട് ദൈവശക്തി അകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പിള്ളേരോ ഹല്ലേലൂയ. ദൈവശക്തി, 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 ദൈവശക്തി. എല്ലാവരും പൂർണ്ണ മനസ്സോടെ കരങ്ങളെ കത്തി ദൈവത്തെ തുതിക്കുന്ന സമയത്ത് ഒരു ദൈവ പ്രവൃത്തി ദൈവം പ്രവർത്തിക്കാൻ പോകണം. ഈ മാതാവിനുള്ള ദൈവകരങ്ങൾ ഏൽപ്പിക്കാൻ പോകണം. അവിടുത്തെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ പുറപ്പെടട്ടെ. ഒരത്ഭുത സൗഖ്യം എല്ലാ കാര്യങ്ങളെ ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. യേശുവിന്റെ നാമത്തിൽ ഈ മാതാവിന്റെ മേൽ ആ ദൈവശക്തി ഊതരത്തിനകത്ത്, 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 ഊതര
യേശുവിന്റെ നാമത്തിൽ പ്രിയമാതാവിനെ കുറിച്ച് ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ. പ്രിയമാതാവിനെ ദൈവകരങ്ങളിൽ പിതാവിനെ പുത്രനെ പ്രിയ മകളെ ചിന്തിയിരിക്കുന്ന ചില സമർപ്പ അനലിയുടെ കേട്ട് യേശുവിന്റെ നാമത്തിൽ പ്രിയ മകളെ ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, നിനക്കെട്ടിൽ അയ്യുന്നുണ്ട്, നിനക്കെട്ടിൽ അയ്യുന്നുണ്ട്, നിനക്കെട്ടിൽ അയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ
ഓ പ്രാർത്ഥന ഊടമാനത്തെ അയ്യ അയ്യ റേ 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 നിന്റെ ഭാഗത്തിൽ പാരമ്പര്യമായി കെട്ടിവച്ചിരിക്കുന്ന അണ്ണലിയുടെ കെട്ട് പാരമ്പര്യമായി നിന്റെ കുടുംബത്തെ കെട്ടിയ നിന്റെ ശത്രുവിനെ കെട്ട് നിനക്ക് വയ്യ വയ്യെന്ന് പറഞ്ഞ് നിന്നെ നടത്താൻ പോയി പറ്റാതെ നിന്റെ ശരീരത്തെ കിടത്തി ഉണർത്തുവാൻ ശ്രമിക്കുന്ന ചില ശത്രുവിന്റെ ഭക്തി ഇന്ന് പകൽക്കാലം ആത്മാവ് ഒട്ടിക്കാൻ പോകാം. വല്ലപ്പിച്ചാലെ യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്പോൾ മുദ്രവയ്ക്കാൻ പോവാം. നിന്റെ ചില കെട്ടിനെ ഇപ്പോൾ തീരാവുക നിന്റെ ചൂണ്ടി ചാരമാക്കാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ ഇനി നിനക്ക് അവകാശമില്ല. ഈ ശരീരത്തിന്റെ നടുവിൽ ഈ കുടുംബത്തിന് നിനക്ക് അവകാശമില്ല. നിന്നെ നിന്റെ കുടുംബത്തെ കൊന്നു വിളിക്കാൻ നിലവിളിക്കുന്ന ചിലതിനെ ഇനി ഇതിനൊരു അവകാശമില്ല. അറിയട്ടെ 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 യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ പ്രിയമകളെ ഓ